വ്യാപക വിമർശനങ്ങൾ ഉയരുന്നതിന് പിന്നാലെ ദുരന്ത മേഖലയിൽ ശാസ്ത്രജ്ഞരെ വിലക്കിയുള്ള സർക്കുലർ പിൻവലിക്കാൻ ഒരുങ്ങി സർക്കാർ. ദുരന്ത നിവാരണ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇറക്കിയ സർക്കുലർ പിൻവലിക്കാൻ മുഖ്യമന്ത്രി നേരിട്ട് നിർദ്ദേശം നൽകി. അത്തരമൊരു നയം സംസ്ഥാന സർക്കാരിന് ഇല്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ വിശദീകരണം. സൂര്യഗായത്രിയാണ് വിവരങ്ങൾ നൽകുക. സൂര്യ, ഈ ഒരു സർക്കുലർ ഇപ്പോൾ വിവാദമായതോടെ അത് പിൻവലിക്കാൻ ഒരുങ്ങുകയാണ് സർക്കാർ. എന്താണ് സർക്കാർ ഇക്കാര്യത്തിൽ ആക്ഷേപമേൽക്കേണ്ടി വന്നത്? മറ്റു വിവരങ്ങൾ എന്താണ്? ഫിജി, ഇന്നലെയാണ് ഇത്തരത്തിലൊരു സർക്കുലർ പുറത്തിറങ്ങുന്നത്. റവന്യൂ സെക്രട്ടറിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ദുരന്ത നിവാരണ അതോറിറ്റി പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് സർക്കുലർ പുറത്തിറക്കിയത്. ഈ സർക്കുലറിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഈ ഉരുൾപൊട്ടലിനെ തുടർന്ന് ദുരന്തമുഖമായി മാറിയ മേപ്പടിയിലേക്ക് സംസ്ഥാനത്തെ ഒരു ശാസ്ത്ര സാങ്കേതിക സ്ഥാപനവും പഠനത്തിനായിട്ട് പോകരുത്. അതുപോലെ തന്നെ മാധ്യമങ്ങളുമായിട്ട് ഇവരുടെ പഠന വിവരങ്ങളോ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളോ പങ്കുവെക്കരുത്. ഭാവിയിൽ എന്തെങ്കിലും ഇത്തരത്തിൽ പഠനം നടത്തുകയാണെങ്കിൽ അത് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അനുമതിയോടെ ആയിരിക്കണം. ഈ 3 നിർദ്ദേശങ്ങളാണ് സർക്കുലറിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. സർക്കുലർ പുറത്തിറങ്ങിയതിനു ശേഷം വ്യാപകമായിട്ടുള്ള ആക്ഷേപങ്ങളും വിമർശനങ്ങളുമാണ് ഉയർന്നിട്ടുള്ളത്. ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളെ അല്ലെങ്കിൽ ശാസ്ത്രജ്ഞരെ ഇത്തരത്തിലൊരു പ്രശ്നം നടക്കുമ്പോൾ ആ ഭാഗത്തു നിന്ന് വിലക്കുന്നത് അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശങ്ങൾ പുറത്ത് പങ്കുവയ്ക്കാൻ അനുമതി നൽകാത്തത് അത് വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്ക് വഴിവെച്ചതോടെയാണ് സർക്കുലർ പിൻവലിക്കാൻ മുഖ്യമന്ത്രി തന്നെ ഇപ്പോൾ നേരിട്ട് ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇന്നലെ ദുരന്ത നിവാരണ അതോറിറ്റി പ്രിൻസിപ്പൽ സെക്രട്ടറി കൂടിയായ ടിങ്കു ബിസ്വാളാണ് ഈ സർക്കുലർ പുറത്തിറക്കിയത്. തുടർന്ന് രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലടക്കം വിശദീകരണം നൽകിക്കൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയത് അത് സമൂഹത്തിൽ വന്നത് അല്ലെങ്കിൽ അത് എന്തടിസ്ഥാനത്തിലാണ് വന്നതെന്ന് അറിയില്ല. ഈ ഒരു നയമല്ല സർക്കാരിനുള്ളത്. അതുകൊണ്ട് തന്നെ ഉടനടി തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഈ സർക്കുലർ പിൻവലിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു നിയമ നടപടി സ്വീകരിക്കണമെന്നതാണ് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതേ തുടർന്ന് സർക്കുലർ പിൻവലിക്കാൻ ഉടനടി ചീഫ് സെക്രട്ടറി നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. കഴിഞ്ഞ തവണ ഇത്തരത്തിൽ പ്രളയവും അതുപോലെ തന്നെ മറ്റ് ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായ സമയങ്ങളിൽ ഇത്തരത്തിൽ സ്വതന്ത്ര റിപ്പോർട്ടുകൾ തയ്യാറാക്കി ശാസ്ത്രജ്ഞരും അതുപോലെ തന്നെ ശാസ്ത്ര സ്ഥാപനങ്ങളും സ്വതന്ത്ര റിപ്പോർട്ടുകൾ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ആ റിപ്പോർട്ടിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അത് വരാതിരിക്കാൻ സ്വീകരിക്കേണ്ട മുന്നറിയിപ്പുകൾ, ജാഗ്രതാ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് അടക്കമുള്ള കാര്യങ്ങളിൽ നേരത്തെ തന്നെ മുൻകൂട്ടി തീരുമാനിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അറിയുവാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഭാവിയിൽ തന്നെ ഇത്തരം റിപ്പോർട്ടുകളും അതുപോലെ തന്നെ റിപ്പോർട്ട് തയ്യാറാക്കുന്നവരുടെ വൈദഗ്ധ്യവും കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി നടപടികൾ സ്വീകരിക്കുന്ന സമയത്ത് കൂടിയാണ് ഇത്തരത്തിലൊരു സർക്കുലർ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇറക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തീരുമാനം ഉണ്ടായത്. എന്തായാലും വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചതോടുകൂടി ആ സർക്കുലർ ഇറക്കി അപ്പാടെ തന്നെ പിൻവലിക്കാനുള്ള ഒരു നിർദ്ദേശവും സർക്കാർ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ശരി, സൂര്യഗായത്രിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.